മൗനരാഗം സീരിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം കിരൺ മനോഹറിനെ കണ്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഓഫീസിലേക്ക് വരുവാണ് കേട്ടോ. ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ചിന്തയിലിരിക്കുമ്പോൾ കല്യാണി അങ്ങോട്ട് വരുവാണ്. കല്യാണി ചോദിക്കുകയാണ്, അപ്പോൾ മനോഹർ പൂർണ്ണമായി മാറിയോ എന്ന് ചോദിക്കുക. അപ്പോൾ കിരൺ പറയുക, കല്യാണി അവൻ മനോഹർ പൂർണ്ണമായി മാറി, കാരണം ഇനി ആരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് അവൻ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് കിരൺ പറയുവാണേ. അവനറിയാം ഇനി ഒരു 10-12 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുവുള്ളൂ, പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാണ് പോകുന്നത്. അപ്പോൾ കല്യാണി പറയും, അവൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിക്കേണ്ടതായിരുന്നു, കാരണം അവൻ അത്രമാത്രം ആഗ്രഹിച്ചതല്ലായിരുന്നോ. കുഞ്ഞിനെ വേണമെങ്കിൽ നമുക്ക് ജയിലിൽ കൊണ്ട് കാണിക്കാം, പക്ഷേ അമ്മ ഉൾപ്പെടെ എല്ലാവരും അതിനെ എതിർക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് കിരൺ പറയുവാണ്. ജയിലിൽ കൊണ്ട് കാണിക്കുകയൊന്നും കുഴപ്പമൊന്നുമില്ല കിരണേട്ട എന്ന് കല്യാണി പറയാം, പക്ഷേ നമ്മൾ കൊണ്ട് കാണിച്ചതിന് ശേഷം ആ കാര്യം അവൻ അവിടെ പറയുമ്പോൾ ജയിലിലുള്ള മറ്റുള്ളവർ അറിയുമ്പോൾ രാഹുൽ അറിയും, അതുവഴി ഉറപ്പായിട്ടും സരയും അറിയും. അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് കല്യാണി പറയുവാണ്. അവൻ്റെ തലയ്ക്ക് അടിച്ചത് കൊണ്ട് ബഹാസുരൻ്റെ ശിക്ഷ കൂട്ടി കിട്ടി, പക്ഷേ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്ന് കിരൺ പറയുവാണ്. കൊല്ലാൻ ഒരുത്തൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുമല്ലേ, അപ്പോൾ ഇനിയും മനോഹർക്ക് നേരെ അപകടം രാഹുലിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് കിരൺ പറയുവാണ്. മനോഹറാണെങ്കിൽ ഇനിയിപ്പോൾ രാഹുലിൻ്റെ എന്തെങ്കിലും ഉപദ്രവം കിട്ടി മരിച്ചാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് നടക്കുക, പിന്നെ ജയിലിലുള്ളവർ വേണം ശ്രദ്ധിക്കാൻ. പിന്നെ അപ്പോൾ കല്യാണി പറയുക, രാഹുലും വിക്രവും ഗംഗപ്രസാദിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മനോഹർ വെറും ശുദ്ധനായൊരു പാവമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് കല്യാണി പറയുവാണ്. കല്യാണി പറയുക, ഞാൻ ആ പഴയ അവൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമായിരുന്നു, അവനാരുമില്ലാഞ്ഞുകൊണ്ടല്ലോ അവനിങ്ങനെയൊക്കെ ആയി. അപ്പോൾ കിരൺ പറയുക, ശരിയാ, കാലങ്ങൾക്ക് ശേഷം അവൻ്റെ കുഞ്ഞ് വന്നപ്പോൾ അവനെ സ്നേഹിക്കാൻ ഒരാളെ അവൻ പൂർണ്ണമായി മാറി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമെന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാടാണ് കേട്ടോ. കാടിൻ്റെ അകത്ത് ഗംഗപ്രസാദ് അമ്പും വില്ലും വെച്ചിട്ട് ഇങ്ങനെ അമ്പെയ്ത്ത് നോക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ അമേലു വരുവാണ്. അപ്പോൾ അമേലു പറയുകയാണ്, അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വന്നിങ്ങനെ അവനോട് ചേർന്ന് നിന്നിട്ട് അമ്പെയ്ത്ത് പഠിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന കിരൺ ഇങ്ങനെ കാടിനകത്ത് ചുറ്റിച്ചിരുന്ന് നടക്കുന്ന ഒരു സീനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും നടക്കുന്ന ശബ്ദം പോലെ കേൾക്കും കേട്ടോ. അപ്പോൾ ഗംഗപ്രസാദും അമലും കൂടി കാണും കേട്ടോ. കിരണിനെയാണ് കാണുന്നത്. അപ്പോൾ അമല് പുറകോട്ട് വന്നിട്ട് പറയണേ, അമ്പെയ്ത്ത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അങ്ങ് ചെയ്തോ എന്ന് പറയുവാണ്. അപ്പോൾ കിരൺ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഗംഗപ്രസാദ് ഇങ്ങനെ ഉന്നം വയ്ക്കുകയാണ്, അമലും ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കിരൺ തിരിഞ്ഞ് ഇങ്ങനെ വരുവാണ്. ശരിക്കും പറഞ്ഞാൽ അമല് വരെ ഞെട്ടുവാണ്, അവൻ അത്രയ്ക്ക് പവറിലാണെങ്കിൽ ഗംഗപ്രസാദ് അമ്പെയ്ത്തിനായിട്ട് ആ ഉന്നം പിടിച്ച് നിൽക്കുന്നത്. അത് വന്ന് കിരണിൻ്റെ നെഞ്ചിലേക്ക് തറച്ച് കയറുവാണ് കേട്ടോ അമ്പെയ്തുന്നത്. അമലും ഗംഗപ്രസാദും ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുവാണ്. കിരൺ മറിഞ്ഞ് താഴേക്ക് വീഴുവട്ടെ, ചോരയിൽ കുളിച്ചിങ്ങനെ താഴേക്ക് വീഴുക, അമ്പ് കുത്തിയത് പടി നിൽക്കുകയും ചെയ്യുവാണ്. ഗംഗപ്രസാദ് ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്ന് കല്യാണി കിരണേട്ടാന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുവാണ്. കാരണം കല്യാണി കണ്ട സ്വപ്നമായിരുന്നു ഇത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ കിരണും പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുവാണ് ചെയ്യുന്നത്. കല്യാണി താൻ വല്ല ദുസ്വപ്നം കണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയും, ഗംഗപ്രസാദ് കിരണേട്ടനെ അപായപ്പെടുത്തുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെന്ന് പറയുവാണേ. അവനോടൊപ്പം ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്ന കിരണേട്ടാന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കും, നീ എന്താ കല്യാണി ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കല്യാണി എന്ന് പറയുവാണ്. അവൻ മരിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട് കിരണേട്ട, കാരണം അവൻ്റെ ബോഡി ഇതുവരെ കിട്ടാത്തത് കൊണ്ട് എനിക്കത് സംശയമായി തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ കിരണും ശരിയെന്ന് പറയുവാണ്. നാളെ ഞാനൊന്ന് SIയെ വിളിക്കുക, SI 4 സ്റ്റാറെ വിളിച്ചോളും, കാർഡ് മൊത്തം ഒന്ന് നാളെ തിരയട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ ശരിയെന്ന് കല്യാണിയും പറയുവാണ്. അതെ, അന്ന് കിരണേട്ടൻ അവിടെ പോയിരുന്നില്ലേ കാട്ടിൽ, ബൈജുവും രതീഷുമായിട്ട് അന്വേഷിക്കാൻ പോയപ്പോൾ ആ സമയത്ത് അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അതേ, കണ്ടിരുന്നു, കാട്ടുമൂപ്പൻ്റെ മോളെയാണ് കണ്ടത്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, ഞാൻ ഇനി ആ പെൺകുട്ടിയാണോ സ്വപ്നത്തിൽ കണ്ടേ എന്ന് പറയുവാണേ. പിന്നെ നീ കണ്ട പെൺകുട്ടിയെ ഞാനെങ്ങനെ ഫോട്ടോയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഇനി എങ്ങാനും കാട്ടിൽ പോവുകയാണെങ്കിൽ കാട്ടുമൂപ്പൻ്റെ വീട്ടിൽ കൂടിയൊന്ന് പോവാമെന്ന് കിരൺ പറയുവാണ് കേട്ടോ കല്യാണിയുടെ. എന്നിട്ട് പറയുക, നീ കിടന്നുറങ്ങിക്കേ എന്ന് പറയുവാണ്. ഇനി അവൻ ജീവനോടെ ഉണ്ടോ? അപ്പോൾ കിരൺ കല്യാണിയെ ചേർത്ത് പിടിച്ചങ്ങനെ കിടക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഇനി അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ലക്ഷ്മിയമ്മയ്ക്കും കാർത്തികയ്ക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല കിരണേട്ട എന്നൊക്കെ പറയുവാണ് കല്യാണി. കല്യാണി പറയും, ഒരു പെൺകുട്ടിയുടെ കൂടെ കിരണേട്ടൻ ഗംഗപ്രസാദ് നിൽക്കുമായിരുന്നു, അവനിങ്ങനെ കിരണേട്ടനെ കണ്ടപ്പോൾ അമ്പ് ചെയ്തു, അമ്പ് വന്ന് നെഞ്ചിൽ തറച്ചു എന്നൊക്കെ പറയാം. അയ്യോ, എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ആകെ സങ്കടത്തിൽ ഇങ്ങനെ കിടക്കുവാണേ. അപ്പോൾ പറയണേ, അവൾ പറയും, ഇനി ഇവനെങ്ങാനും കാട്ടുമൂപ്പൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിട്ട് അവരുടെ അടവുകളൊക്കെ പഠിച്ചു കാണുമോ എന്നൊക്കെ പറയാം. അപ്പോൾ കിരൺ പറയും, നീ ഇതൊന്നും ഓർക്കാതെ ഇപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുക കല്യാണി എന്ന് പറയുവാണേ.
അപ്പോൾ പിന്നെ ഫോറസ്റ്റുകാരും പോലീസുകാരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നപ്പോൾ ഗംഗപ്രസാദ് മിസ്സിങ് ആയതും അപ്പോൾ ഗംഗപ്രസാദിനെ എത്രയും പെട്ടെന്ന് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കണേ എന്നൊക്കെ പറയുവാണേ. പിന്നീട് കാണിക്കുന്നത് മൂപ്പൻ്റെ വീടാണ്. മൂപ്പൻ്റെ വീട്ടിൽ ഗംഗപ്രസാദ് ഇങ്ങനെ കിടക്കുക. അമലു കാലിലൊക്കെ എന്തൊക്കെയോ തിരുമ്മി കൊടുത്തതിന് ശേഷം പുരട്ടി കൊടുത്തതിന് ശേഷം നേരെ കിഴി വയ്ക്കുക കേട്ടോ. അപ്പോൾ കിഴി വയ്ക്കുമ്പോൾ അവന് ശരിക്കും നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പതുക്കെ നോക്കിയിട്ട് അമലു ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തടവുമ്പോൾ വേദന ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അമലു തടവുമ്പോൾ ഇങ്ങനെ കാണിക്കും. അവന് സംസാരശേഷി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനിങ്ങനെ കാണിക്കും. അവൾ തടവുമ്പോൾ നല്ല സുഖമുണ്ട്, വേദനയൊന്നും അറിയുന്നില്ല എന്ന് പറയും. അപ്പോൾ അമലു പെട്ടെന്ന് ചിരിക്കുവാണേ. അമലു പറയണ പട്ടണത്തിൽ നിന്ന് ഇവിടെ വരുന്ന പലരും പറയാറുണ്ട് നല്ല കാലാവസ്ഥയാണ്, നല്ല ഭംഗിയാണെന്നൊക്കെ. പക്ഷേ ഞങ്ങളിവിടെ എപ്പോഴും ഇത്രയും കാലം ജീവിച്ച് ഞങ്ങളൊക്കെ മടുത്തു എന്ന് പറയുകയാണ് അമലു. ഒരു ടൂറ് പോലെയല്ലേ പട്ടണത്തിലുള്ളൊരു കാട്ടിലേക്ക് വരുന്നത്, പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല, ഞങ്ങൾ എന്നും ഇവിടെ തന്നെയല്ലേ എന്ന് അമലു പറയുവാണ്. അപ്പോൾ ഗംഗപ്രസാദിനെ കാണിക്കുവാണ് കൊണ്ടുപോകാമെന്നൊക്കെ. അപ്പോൾ അമലു ചിരിച്ചിട്ട് ചോദിക്കുക എന്നെ താലി കെട്ടി കൊണ്ടുപോകാമെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും ചിരിക്കുകയാണ്. അപ്പോൾ അവളും പെട്ടെന്ന് നന്നായിട്ട് ചിരിക്കുവാണേ. ശരിക്കും കൊണ്ടുപോകുമോ വിനയേട്ട, അതാ പറഞ്ഞ് പറ്റിക്കുവാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശരിക്കും കൊണ്ടുപോകാമെന്ന് അവൻ കാണിക്കുവാണേ. വിനായകട്ടെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്നവരുടെ കള്ളത്തരങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അവൻ ഇങ്ങനെ കാണിക്കുവാണ്. ഇനി അയ്യോ വിനായകേട്ടൻ ഒരിക്കലും കള്ളത്തരം കാണിക്കുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, വിനായകേട്ടൻ ഒരിക്കലും കള്ളത്തരം കാണിക്കില്ല എന്ന് എനിക്കറിയാമെന്ന് അമലു പറയുവാണ്. വിനായകേട്ടൻ സത്യസന്ധനായതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ കൂടെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഒരുത്തൻ എങ്ങനെയെങ്കിലും വിനായകേട്ടനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അച്ഛനമ്മേനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുവാണ്. പക്ഷേ ഞാൻ അതിന് സമ്മതിച്ചു കൊടുക്കില്ല, കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ വിനായകേട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുവാണ്. ഇവിടെ ഉൾക്കാട്ടിലൊരു അമ്മയുണ്ട്, നല്ല ദൈവിക ശക്തിയുള്ളവരാണ്. ആ അമ്മ ഒരിക്കലും എന്നോട് പറഞ്ഞതാണ്, ആ അമ്മയെ മൃഗങ്ങളാരും ആക്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മ പറഞ്ഞ എൻ്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ അമലു പറയുവാണേ. ആ ആളാണോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ്റെ നേരെ ഗംഗപ്രസാദിന് നേരെ കഴിച്ചുകൊണ്ട് കേട്ടോ അമലു. അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുവാണ്. ഉടനെ ഗംഗപ്രസാദ് അമലുവിനെ വലിച്ച് ദേഹത്തോട് അടുപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവൾ ചുറ്റിനും നോക്കിയിട്ട് എന്താ ഇതായി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അമലു അങ്ങനെ ഗംഗപ്രസാദിന് നെഞ്ചിൽ തലവെച്ച് കിടക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, ആ തലയ്ക്കകത്തൊന്നും ഇല്ലാത്തവരും കണ്ട ആകെ പ്രശ്നമാകുമെന്ന് പറയുകയാണ്. വേലുവിനെ കേട്ടോ അമലു ഇങ്ങനെ പറയുന്നത്. അല്ലെ ചോദിക്കുകയാണ് ശരിക്കും എന്നെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവൻ കൊണ്ടുപോകും ഇങ്ങനെ കാണിക്കുവാണേ. അപ്പോൾ അമലു പറയും എനിക്ക് എൻ്റെ വിനായകേട്ടനെ ഒരുപാട് വിശ്വാസമാണ്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുവാണേ. ഇവിടെ ഇവള് ചിന്തിക്കുന്ന ഇവളെ കല്യാണം കഴിക്കുന്ന കാര്യം, അവിടെ ഒരു കല്യാണം, കാർത്തിയുടെ കല്യാണം എന്തായി എന്തോന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വിനായകൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഗംഗപ്രസാദ് ഇങ്ങനെ ചിന്തിക്കുവാണേ. അങ്ങനെ കിടക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ്, കാരണം ഗംഗപ്രസാദ് കുറച്ചൊക്കെ ആരോഗ്യവാനായിരിക്കുക, ഇനി അവൻ എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള പരിപാടികൾ നോക്കും. അപ്പോൾ കിരണിനെയാണോ കല്യാണിയാണോ അതോ കാർത്തികയാണോ ലക്ഷ്മിയമ്മയാണോ ആരെയാണോ അവൻ തീർക്കാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ ആദ്യം. അപ്പോൾ അത് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.